1500ഓളം മീറ്റർ റീഡർമാരുടെ ഒഴിവ് PSC അറിയിക്കാതെ കരാറുകാരെ സ്ഥിരപ്പെടുത്താൻ KSEBയുടെ നീക്കം. മീറ്റർ റീഡർമാർക്ക് വേണ്ട യോഗ്യതയും നേടി PSC വിജ്ഞാപനത്തിനായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചാണ് KSEB ഒഴിവുകൾ മറച്ചുവെക്കുന്നത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. 10 വർഷത്തിന് ശേഷം KSEB ആദ്യമായി മീറ്റർ റീഡർ തസ്തികയിൽ ഒരൊഴിവാണ് PSC മുമ്പാകെ റിപ്പോർട്ട് ചെയ്തത്. ഇതേ തുടർന്ന് ഈ വർഷം ആദ്യം PSC നടത്തിയ പരീക്ഷ എഴുതിയത് 12,000ഓളം ഉദ്യോഗാർത്ഥികളും. അതേസമയം ഒരൊഴിവ് മാത്രം റിപ്പോർട്ട് ചെയ്ത KSEB തന്നെ വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടികളിൽ നിന്ന് വ്യക്തമാക്കുന്നത് 1200-ലധികം ഒഴിവുകൾ നിലവിലുള്ളതായാണ്. സെക്ഷൻ ഓഫീസുകളാണ് കേരളത്തിലുള്ളത്. വിവരാവകാശമനുസരിച്ച് 56 സെക്ഷനുകൾ മാത്രം നൽകിയ മറുപടിയിലാണ് ഇത്രത്തോളം ഒഴിവുകൾ നിലവിലുണ്ടെന്ന് വ്യക്തമാകുന്നത്. 2008 നടത്തിയ നിയമനത്തിന് ശേഷം മീറ്റർ റീഡർ തസ്തികയിൽ തൊഴിലെടുക്കുന്നത് ഭൂരിഭാഗവും കരാർ ജീവനക്കാരാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ 6 മാസം വരെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഈ ജോലി കരാറുകാരെ ഏൽപ്പിക്കാമെന്നാണ് ചട്ടം. എന്നാൽ 10 വർഷമായി അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ സ്വന്തം ഇഷ്ടക്കാർക്കാണ് ഈ ജോലി കരാർ നൽകുന്നതെന്നാണ് ആരോപണം. ഇപ്പം നിലവിൽ ബോർഡിൽ 1500-ന് മുകളിൽ കോൺട്രാക്ട് സ്റ്റാഫ് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കുപോക്കം ബോർഡിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ വേക്കൻസി നിലവിൽ പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. ഇവ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന് യാതൊരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ITI തുടങ്ങിയ യോഗ്യതകളോടെ മീറ്റർ റീഡർ തസ്തികക്കായി കാത്തിരിക്കുന്ന അഭ്യസ്തവിദ്യരെ വഞ്ചിച്ചാണ് KSEBയുടെ ഈ നടപടി. തൊഴിലില്ലാതെ അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾ വലയുമ്പോഴും ആയിരക്കണക്കിന് ഒഴിവുകൾ കരാറുകാർക്ക് വേണ്ടി മറച്ചുവെച്ച് KSEB അധികൃതർ ഒത്തുകളിക്കുകയാണ്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ വിനീഷ് ഒളവണ്ടയ്ക്കൊപ്പം TK സബീന, റിപ്പോർട്ടർ.